ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് കൂടി ഒന്ന് വിശദീകരിക്കാം. നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരെയും ഒപ്പം കേരളത്തിൽ നിന്ന് പോയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരെയും തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതായത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ബെൽഗാം ഭാഗമാണ്. ഇവിടെ നിന്നാണ് ഇന്നലെ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് തിങ്കളാഴ്ച രാത്രി ബെൽഗാമിൽ നിന്ന് തടി കയറ്റിയ അർജുൻ്റെ വാഹനം വന്ന വഴിയാണിത്. ഇതിവിടെ നിന്ന് ഇവിടെ എത്തി. ഇവിടെയാണ് ഒരുപക്ഷെ ആ ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതിന് തൊട്ടിപ്പുറത്ത് ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ കട ഇവിടെ ഉണ്ടായിരുന്നു. ആ കട 5 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഈ തട്ടുകട നടത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ വാഹനം പാർക്ക് ചെയ്തു എന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിൻ്റെ ഒരു ലാൻഡ്മാർക്കായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏക കാര്യം ഇവിടെയുള്ള ഈ 11 kV ലൈനിൻ്റെ വലിയ ഒരു പോസ്റ്റാണ്. ആ 11 kV ലൈൻ നേരത്തെ ഉള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഏകദേശം ഈ ഭാഗത്താണ് നിന്നിരുന്നത്. വലിയ മണ്ണിടിച്ചിലുണ്ടാവുന്നു. 60,000 ടണ്ണോളം മണ്ണ് ഇടിഞ്ഞാണ് ഈ ഹൈവേയിലേക്ക് വീണിരിക്കുന്നത്. ഏകദേശം ഒരു 6.5 മീറ്റർ ഉയരത്തിൽ മണ്ണ് അവിടെ വീണ് കിടക്കുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് അതിൻ്റെ വലുപ്പം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇന്നലെ വിശദീകരിച്ചതാണ്. ഈ ഹിറ്റാച്ചിയുടെ അല്ലെങ്കിൽ ഈ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ നോക്കൂ, ഈ 2 ഹിറ്റാച്ചികളുടെ വലുപ്പം ശ്രദ്ധിക്കൂ. ഈ 2 ഹിറ്റാച്ചികളുടെ വലുപ്പം ഇത്രയാണെങ്കിൽ ഏകദേശം ഇത്രയും ഭാഗത്ത് റോഡിൻ്റെ പുറത്ത് മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്. ഏകദേശം ഒരു 4 ഹിറ്റാച്ചിയുടെ വലുപ്പത്തിലുള്ള മണ്ണ് ഈ ഭാഗത്ത് ഇടിഞ്ഞ് കിടക്കുന്നു എന്നർത്ഥം. അതായത് ഈ ബെൻസ് ലോറിയുടെ പുറത്ത് ഒരു 2-3 ഹിറ്റാച്ചിയുടെ അത്ര വലുപ്പമുള്ള മണ്ണ് കിടപ്പുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്യണം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, കനത്ത മഴ പെയ്യുന്നതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന്, അതായത് ശിരൂരിൽ നിന്ന് ഹൊസൂറിലേക്ക് മംഗലാപുരത്തേക്ക് പോകുന്ന നമ്മുടെ കൊച്ചിയിലേക്കുള്ള ഈ പനവേൽ ഹൈവേ റോഡിൻ്റെ ആ സൈഡിൽ നിന്നുകൊണ്ട്, ഇടത്തെ സൈഡിൽ നിന്നുകൊണ്ട് മണ്ണ് മാറ്റിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നിന്ന് മാത്രം മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഗംഗാവാലി പുഴയാണ്. ഗംഗാവാലി പുഴയിൽ വലിയ ഒഴുക്കുമുണ്ട് താനും. ഇവിടെ വീണുപോയാൽ രക്ഷപ്പെടുത്തുക വളരെ അസാധ്യവുമാണ്. ഇവിടെ ഇന്നലെ നേവിയുടെ സ്കൂബ സംഘം തെരച്ചിൽ നടത്തി. അവിടെ ലോറി കണ്ടെത്തിയിട്ടില്ല. GPS കണ്ടെത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് എത്തണമെങ്കിൽ ഇവിടെ നിന്നുള്ള മണ്ണ് അങ്ങോട്ട് മാറ്റി തുടങ്ങണം. ആ മണ്ണ് മാറ്റണമെങ്കിൽ ഒരുപക്ഷെ ഇനിയും 2-3 ടിപ്പറുകളുടെയോ അല്ലെങ്കിൽ JCBയുടെ ആവശ്യം വേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ കരുതുന്നത് 2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് നിർണായകമായ വിവരം ലഭിക്കും. പക്ഷേ ഇന്നലെ എന്തുകൊണ്ട് തെരച്ചിൽ നടത്തിയില്ല? ഇന്നലെ തെരച്ചിൽ നടത്താത്തതിൻ്റെ കാരണം പ്രേക്ഷകർ കാണുന്നത് പോലെ ഈ ഭാഗത്തും മലയിടിച്ച് ആണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗം കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് റോക്കി ലാൻഡാണ്. എന്നാൽ ഈ ഭാഗം മുതൽ ഇങ്ങോട്ട് ചെമ്മണ്ണ് നിറഞ്ഞിരിക്കുന്ന ദുർബലമായ മലനിരകളാണ്. അതുകൊണ്ട് തന്നെ കനത്ത മഴ പെയ്താൽ ഏതു ഭാഗത്തു നിന്ന് വേണമെങ്കിലും മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇന്നലെ നടത്താഞ്ഞത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, അവിടെ വൈദ്യുതി സംവിധാനങ്ങളൊന്നും തന്നെയില്ല. ഈ കട ഒരു ധാബയുണ്ടായിരുന്നു. ഇവിടെ നിന്നൊരു 200 മീറ്റർ മാറുമ്പോൾ മറ്റൊരു ധാബയുണ്ട്. ഈ ധാബയിൽപ്പെട്ടവർ 5 പേരും പൂർണ്ണമായും ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അതിലൊരു കുട്ടിയടക്കം മൃതശരീരം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത്, ഈ ട്രക്ക് മാത്രമാണോ, മറ്റൊരു ട്രക്ക് കൂടി അവിടെയുണ്ട്, ആ ഭാഗത്തുണ്ട് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയിൽ ആ രക്ഷാപ്രവർത്തനം നടന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി നമുക്ക് ഈ ട്രക്കിനടുത്തേക്ക് എത്താൻ സാധിക്കുമായിരുന്നുവെന്നാണ് ചിലർ പറയുന്നത്. ഏത് പ്രതികൂലമായ കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതിയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ട് ഇന്നലെ രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയില്ല? നമുക്ക് ആകെയുള്ള ഒരേ ഒരു ഉത്തരം ഉത്തരകന്നഡ SP നാരായണ പറഞ്ഞത് പ്രതികൂലമായ ഡെട്രിമെൻ്റൽ ക്ലൈമറ്റ് എന്നാണ്. പ്രതികൂലമായ കാലാവസ്ഥയായതുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ കാലത്ത് നിൽക്കുമ്പോഴും ജിതിൻ ചോദിച്ചതുപോലെ ഇത്തരം വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലും 2024 നിൽക്കുമ്പോഴും അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തില്ലേ? ആർമി ആണെങ്കിൽ, മറ്റ് സേനാ വിഭാഗങ്ങളാണെങ്കിൽ ഇങ്ങനെയാണോ അത് ചെയ്യുക? ആർമിയെ എന്തുകൊണ്ട് കൃത്യമായി ഡിപ്ലോയ് ചെയ്തില്ല? കാരണം ഈ അർജുൻ ഈ പരിസരത്ത് വരുന്നത് ചൊവ്വാഴ്ച രാവിലെ 8 മണിക്കാണ് എന്നത് ആലോചിക്കണം. 8:40 ഈ മണ്ണിടിച്ചിലുണ്ടാവുന്നത്. അപ്പോൾ ചൊവ്വ കഴിഞ്ഞു, ബുധൻ കഴിഞ്ഞു, വ്യാഴം കഴിഞ്ഞു, വെള്ളി കഴിഞ്ഞു. ഈ മണ്ണിനെ അടിയിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് ഓക്സിജൻ കിട്ടുമെന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രേക്ഷകർക്ക് കാണാം, ഈ മണ്ണിടിഞ്ഞു വരുമ്പോൾ ആ പല ഭാഗങ്ങളിലും ചെറിയ വെള്ളച്ചാലുകൾ, നീർച്ചാലുകൾ ഒലിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ നീർച്ചാലുകൾ ഇതിനുള്ളിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ദൗത്യസംഘം പറയുന്നത്. പക്ഷേ ദൗത്യസംഘത്തിൻ്റെ ഇടപെടലോ ദൗത്യസംഘ രക്ഷാപ്രവർത്തനമോ വേണ്ടത്ര ശുഷ്കാന്തി നിറഞ്ഞതല്ല എന്ന ആക്ഷേപം തന്നെയാണ് കുടുംബത്തിനുള്ളത്. KC വേണുഗോപാൽ അല്പസമയത്തിനുള്ളിൽ സിദ്ധരാമയ്യയുമായും DK ശിവകുമാറുമായും സംസാരിച്ച് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ട് ചർച്ചയാക്കിയതിന് ശേഷമാണ് ഈ പ്രദേശത്ത് ശക്തമായ തിരച്ചിൽ തുടരുന്നത്. എന്താണ് ഇനി സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കുന്നു. നോക്കൂ, ഇതാണ് കൊച്ചി പനവേൽ ഹൈവേ. ആ ഹൈവേയിൽ ശിരൂർ കഴിഞ്ഞ് 9 കിലോമീറ്റർ കടന്നു വരുമ്പോഴാണ്
ഈ ഗംഗാവാലി പ്രദേശത്ത് സാധാരണ വാഹനങ്ങൾ നിർത്തിയിടാറുള്ള ഈ പ്രദേശം, ഇവിടെ 2 ചെറിയ ധാബകളുണ്ട്. ഇവിടെ ഉറങ്ങിയതിനു ശേഷം എഴുന്നേറ്റ ഭക്ഷണം കഴിച്ചു മടങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു അർജുൻ. ആ സമയത്താണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണത്. 60,000-ഓളം ടൺ മണ്ണാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഇതിൻ്റെ ഭൂപ്രകൃതി പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും പനവേലിലേക്ക് പോകുന്ന ഭാഗത്ത് ഇതേപോലെ ചെങ്കുത്തായ മലനിരകൾ വെട്ടിപ്പിളർന്നാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല. ഒരു കോൺക്രീറ്റ് ഭിത്തിയും ഇവിടെ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എവിടെ വാഹനം നിർത്തിയാലും അപകടകരമായ സാഹചര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു നെയിം ബോർഡോ അങ്ങനെ ഒരു ബോർഡോ ഈ ഭാഗത്ത് എവിടെയെങ്കിലും സ്ഥാപിച്ചിരുന്നുവെങ്കിൽ അർജുൻ, അവിടെ ഒരു കൃത്യമായ എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ, ഈ ധാബയോ മറ്റ് സംവിധാനങ്ങളോ ഇവിടെ പ്രവർത്തിക്കാതിരുന്നുവെങ്കിൽ അർജുൻ്റെ വാഹനമോ മറ്റു വാഹനങ്ങളോ ഇവിടെ നിർത്തേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. AK അഭിലാഷ് റിപ്പോർട്ടിൻ്റെ വാർത്താ സംഘം തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് പോകുന്നു. കർണാടകയിലെ അങ്കോളയിലുള്ള മണ്ണിടിച്ചിലിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഇപ്പോഴും ജീവനോടെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഒരു നാട് കാത്തിരിക്കുന്നത്. AK അഭിലാഷിലേക്ക് എത്താം, ഒപ്പം തന്നെ മറ്റു പ്രതികരണങ്ങളിലേക്കും വളരെ വേഗം എത്താം. നമ്മൾ ഉത്തര കന്നഡ SP നാരായണയെ ശ്രമിക്കുന്നുണ്ട്. എന്താണ് നാരായണ SP ക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നോക്കാം.